വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാർ നിയമം പാസാക്കണമെന്ന് കേന്ദ്ര വഖഫ് കൗൺസിൽ മുൻ സെക്രട്ടറി BM ജമാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് വഖഫ്. ഇത് കാരണം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വഖഫ് നിയമ ഭേദഗതി ബില്ല് നടപ്പിലാക്കാൻ ബാധ്യതയില്ല. ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ കേരളം ഇക്കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക കാട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയമാണ് വഖഫ് ആക്ട്. വഖഫ് ആക്ടും ദേവസ്വവും ഒക്കെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ലെജിസ്ലേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ആക്റ്റായി കിടക്കുന്ന 1995 വഖഫ് ആക്ടിന് ഇപ്പോൾ 2024 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഭേദഗതി അത് തങ്ങൾക്ക് ബാധകമല്ല എന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് ലെജിസ്ലേഷൻ നടത്താനുള്ള ഒരു അധികാരം ആർട്ടിക്കിൾ 254(2) അനുസരിച്ചുണ്ട്. അപ്പോൾ സർക്കാരുകൾ ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, പ്രൊട്ടക്ഷനൊക്കെ അങ്ങനെ ആലോചിച്ച് താല്പര്യമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അവർ ഇതിൽ വളരെ ഉറച്ച തീരുമാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിലൊരു നിയമനിർമ്മാണം നടത്തി കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് അസൻറ്റിന് അയക്കാവുന്നതാണ്. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം അങ്ങനെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ അത് നിലവിലുള്ള നിയമങ്ങൾക്ക് റെപ്യുഗ്നൻ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് അംഗീകാരം നൽകേണ്ടി വരും. ഈ ബില്ല് വന്നപ്പോൾ ഏറ്റവും ആദ്യം അതിനെതിരെ പ്രമേയം പാസാക്കിയ ഒരു നിയമസഭയാണ് കേരളത്തിലത്. ആ സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ വഖഫ് ഭേദഗതി ബില്ല് 2024 ഭേദഗതി ബില്ല് കേരളത്തിലെ വഖഫ് സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല, കേരളത്തിലെ പഴയ 95 പഴയ നിലവിലുള്ള വഖഫ് നിയമം തന്നെ തുടരും എന്ന് പറഞ്ഞ് ഒരു ലെജിസ്ലേഷൻ പാസ്സാക്കണം. അതിനുള്ള ആർജവും സർക്കാർ കാണിക്കണം. ഈ വഖഫ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതസ്പർദ്ധ അല്ല. ഈ വഖഫ് ആക്ടിൻ്റെ ഈ ഭേദഗതിയുടെ പിന്നിൽ പഞ്ചാബ് ഹരിയാനയിലെ കോടികൾ വിലമതിക്കുന്ന വസ്തുക്കൾ കൈക്കലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ രാജ്യത്തെ പാർട്ടീഷൻ വന്നപ്പോൾ ആളുകളില്ലാത്ത, മുത്തവല്ലികളില്ലാത്ത, കമ്മിറ്റികളില്ലാത്ത വഖഫ് പ്രോപ്പർട്ടീസൊക്കെ ആ ആക്ടിൻ്റെ പരിരക്ഷയിലാണ് വഖഫ് ബോർഡുകൾക്ക് നൽകിയത്. അത് തിരിച്ചെടുക്കാനുള്ള അതിൻ്റെ ഭാഗമാണ് ഇതിലെ ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പുതിയ അമെൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നു, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇവാക്യൂ പ്രോപ്പർട്ടി ആക്ടിൻ്റെ വ്യവസ്ഥകൾ ഇതിന് ബാധകമല്ല എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. സെക്ഷൻ 108 പുതിയ അമെൻമെൻറ്റ് ബില്ലിൽ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പർപ്പസ് ഇതാണ്. പഞ്ചാബ് ഹരിയാന